അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഇലയുടെ വരകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സാൻഡ് പേപ്പർ ഇട്ട് ഇതുപോലത്തെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുക. നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മണ്ടയ്ക്കകത്ത് പോട്ട് നമ്മൾ വാണിഷ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സ്ലീക്ക് എന്ന് പറയുന്ന ഒരു വാണിഷാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിരട്ട കൊണ്ടൊരു പോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതായത് നമ്മൾ പ്ലാന്റൊക്കെ നടാൻ പറ്റുന്ന, അതായത് ചെടിയൊക്കെ നടാൻ പറ്റുന്ന ഒരു പോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടേക്കുന്നത് ഒരു ചിരട്ട ക്ലീനാക്കി അങ്ങനെ പോട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു ചെടി രൂപത്തിൽ, അതായത് ഒരു ചെടിച്ചട്ടിക്കകത്ത് ഒരു ചെടി വളർന്നു വന്നിട്ട് അതിൻ്റെ മുട്ടിനകത്താണ് നമ്മൾ മണ്ണൊക്കെ നിറച്ച് ചെടി നടാൻ പറ്റുന്ന ഒരു പോട്ട് ഉണ്ടാക്കുക. അതായത് ഒരു ചെടിയുടെ രൂപത്തിലാണ് നമ്മളൊരു പോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ ചിരട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ എടുത്ത് കളയുന്ന ചിരട്ട വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ലാഘിപ്പിക്കുന്നത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഇല രൂപത്തിലുള്ള കഷ്ണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 4 കഷ്ണങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇല രൂപത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഈ ഇലയിൽ നമ്മുടെ ഇലയുടെ വരകൾ ഇടണം. അതായത് ഇല ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ഇലയുടെ വരകൾ ഇടണം. പിന്നെ ആ പരിപാടിയിലേക്ക് പോകാം. അപ്പം അതിനു മുമ്പേ ഞാനിവിടെ ആദ്യം ഒരു സ്റ്റാൻഡാണ് ഉണ്ടാക്കിയത്. അതായത് നമ്മൾ ഈ പോട്ട് വെക്കുമ്പോൾ സ്റ്റാൻഡായിട്ടിരിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡാണ്. പിന്നാണെങ്കിൽ നമ്മളൊരു തണ്ട്, ഇതാണ് നമ്മുടെ തണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ചെടി നടാനുള്ള ചിരട്ട വരുന്നത്. അപ്പം ഇത് നമ്മൾ കഷ്ണത്തിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്ത് ഒരു നീളത്തിലുള്ള ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമുക്കിതിനകത്ത് വരയിടണം. അപ്പം നമുക്ക് വരയിടുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പെൻസിൽ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇലയുടെ വര നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഇലയുടെ വരകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആശോ ബ്ലേഡിന് നന്നായിട്ടൊന്ന് വരച്ചെടുക്കണം. അതായത് നമ്മൾ ആശോ ബ്ലേഡ് ഒന്ന് മുറിക്കാതെ ഒന്ന് വരച്ച് എടുക്കണം. അപ്പോൾ നമുക്കിനി ആ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ആശോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഇലയെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 4 ഇലയും, അതായത് നമ്മളിപ്പോൾ 4 ഇലയാണ് ഉണ്ടാക്കുന്നത്, ആ 4 ഇലയും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ 4 ഇലയും വരച്ചെടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു നല്ലൊരു ചിരട്ട എടുക്കുക, ഒരു നീളമുള്ള ചിരട്ട എടുക്കുക. നമ്മൾ അതിനകത്ത് നല്ല മണ്ണൊക്കെ നിറച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചിരട്ട തന്നെ എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കുക. അതായത് ഇതിൻ്റെ നാരുകളൊക്കെ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട്, ഇതുപോലത്തെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നമുക്കിനി ആ പരിപാടിയേ ഉള്ളൂ. ഇത് ഞാൻ ഉരച്ച് വൃത്തിയാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഉരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചിരട്ട നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സ്റ്റാൻഡും അത് നമ്മൾ വെച്ചൊട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന പശ ഫ്ലഷ് കുക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒട്ടിക്കുന്ന പശ, ഫ്ലഷ് കുക്ക് എന്നാണ് പേര്. പിന്നെ നമ്മൾ ഒരു ചിരട്ടപ്പൊടി അരിച്ചതും കൂടെ എടുത്ത് ഇടുന്നുണ്ട്. അതായത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ചിരട്ടപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്, കാരണം സ്ട്രോങ് ആയിട്ടൊന്നും ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. വെച്ചിട്ട് കുറച്ച് ഫ്ലഷ് കുക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്ലഷ് കുക്ക് ഒഴിക്കുക. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മണ്ടയ്ക്കകത്ത് പോട്ട് അതായത് ചെടി നടാൻ പറ്റിയ ആ സംഭവം ചിരട്ട നമ്മൾ ഒട്ടിച്ചെടുത്തു. പിന്നെ നമ്മൾ ഇലകളും, നമ്മൾ വെട്ടിവെച്ച ഇലകളും നമ്മൾ ഒട്ടിച്ചെടുത്തു. അങ്ങനെ ഫുൾ വർക്ക് നമ്മൾ തീർത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്, അതായത് പോട്ടിൻ്റെ ലുക്ക് ഇങ്ങനെ ഇരിക്കും. അതായത് ഒരു ചെടിച്ചട്ടിക്കകത്ത് ഒരു ചെടി വളർന്നു വന്ന് അതിൻ്റെ മുട്ടിനകത്താണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. അതായത് ഇവിടെയാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഫിനിഷാക്കി എടുക്കുക. അതായത് ഇത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പശയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി നമ്മളൊരു വാട്ടർ പേപ്പർ എടുത്ത് നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുക. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കാം.
അപ്പോൾ ഗൈസ് നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ടർ പേപ്പർ നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വാർണിഷ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സ്ലീക്ക് എന്ന് പറയുന്ന ഒരു വാർണിഷാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനകത്തൊന്ന് വാർണിഷ് അടിച്ചു കൊടുക്കാം. എല്ലായിടത്തും നമുക്ക് വാർണിഷ് അടിക്കാം. എല്ലായിടത്തും നമുക്ക് അകവും പുറവും എല്ലായിടത്തും നമുക്ക് വാർണിഷ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ വാർണിഷ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ വാർണിഷ് എല്ലാം അടിച്ച് നല്ലപോലെ ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്, ഡേ 2 ആണ്. അപ്പം നമ്മൾ വാർണിഷ് അടിച്ചിട്ട് നമ്മൾ ഒരു ദിവസം നല്ലപോലെ ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം വാർണിഷ് അടിച്ച് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മണ്ണ് നിറയ്ക്കുക എന്നുള്ളതാണ്. മണ്ണ് നിറച്ചിട്ട് ചെടി നടുക. അപ്പോൾ ഞാൻ മണ്ണ് നിറച്ച് ചെടി നട്ട കാഴ്ചയും കൂടെ കാണിച്ചു തരാം. അതായത് ലാസ്റ്റ് ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മണ്ണ് നിറച്ച് ചെടി നട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ആ വിഷയത്തിലേക്ക് പോകാം. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing. Got a taste for blood and my tongue keeps bleeding from the words I spit. So sharp, so freezing, so cold. Behold, frostbite they feeling. I could tear you apart or I could go heal them. Don't believe in fate, don't believe in ceilings. I just need a taste and my mind starts peeling. I don't pace myself, I grind on kneeling. Got lust for change, I just love the feeling. I ain't gonna give up. Got too little time, I'ma live up. Head down, push forward through the tough times. Cause anything worth doing is a tough climb. അപ്പോൾ ഗൈസ് എല്ലാവർക്കും പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെറൈറ്റി പോട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇൻഡോർ പോട്ട്, അതുപോലെ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന പോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. കാരണം നമ്മൾ എടുത്തു കളയുന്ന ചിരട്ട വെച്ചാണ് ചെയ്തേക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ എടുത്തു കളയുക, കത്തിച്ച് കളയുക ചെയ്യുന്ന ചിരട്ട വെച്ച് നമ്മൾ ഉപയോഗമുള്ള ഒരു വസ്തു ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം നിർദ്ദേശമുണ്ടോ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ നിന്ന് വീഡിയോയ്ക്ക് അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ വരെ കാണുന്നിടം വരെ ബോണി ബെന്നി ബിഗ് സൈനിങ് ഔട്ട്. ബൈ.